നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും നിർണായകമായ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചും മൊഴി ശേഖരിച്ചും പോലീസ് സംഘം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ കുറ്റപത്രം കരുത്തുറ്റതാക്കി സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ ഏറ്റവും നിർണായകമെന്ന് കരുതിയ ആകെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രതി അഫാൻ ആക്രമിച്ചതിൽ അഫാന്റെ ഉമ്മ ഷെമി ഇന്ന് സത്യാവസ്ഥയൊക്കെ തന്നെ പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത വരുത്തി ഷെമി പലതും തുറന്നു പറയുമ്പോൾ പോലീസ് സംഘത്തിന് ഏറെ ആശ്വാസം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ മറുഭാഗത്ത് ഷെമിയുടെ അഗതി മന്ദിരത്തിലേക്ക്, ഇപ്പോൾ താമസിക്കുന്ന ആ ആശ്രയ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ബന്ധുക്കളെ തന്നെ പോലീസ് വിലക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ബന്ധുക്കളുടെ കുത്തൊഴുക്ക് തന്നെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ട് തയ്യാറെടുക്കുകയാണ്. പലതരത്തിലുള്ള സംശയം പോലീസിൻ്റെ മനസ്സിലുമുണ്ടാകുന്നു. തന്നെ ഉറപ്പായും കൊലപ്പെടുത്താൻ അഫാൻ ശ്രമിക്കുമെന്നുള്ള ഒരു ചിന്ത ഷെമിയുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മറ്റാരുമല്ല, അത് മകൻ അഫാൻ തന്നെയാണെന്നുള്ളത് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാന്റെ മാതാവ് ഷെമി വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പാങ്ങോട് SHO ആയ ജിനീഷാണ് ഷെമിയുടെ മൊഴിയെടുക്കാനായി എത്തിയത്. ജിനീഷിനോട് സംസാരിക്കവെയാണ് ഷെമി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ആദ്യം ആശുപത്രിയിൽ വെച്ച് മജിസ്ട്രേറ്റിനോടക്കം മൊഴി നൽകിയിരുന്നത് കട്ടിൽ നിന്ന് വീണ് തനിക്ക് പരുക്ക് പറ്റി എന്നുള്ളതായിരുന്നു. തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് മകൻ ചെയ്ത ക്രൂരതകൾ തന്നോട് മാത്രമല്ല മറിച്ച് ഒരു കുടുംബത്തെ ആകമാനം നശിപ്പിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായതിന് പിന്നാലെ മകനെതിരെ മൊഴി നൽകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഷെമി. ഈ മൊഴിയിൽ ഇപ്പോൾ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കേസിന് കൂടുതൽ ബലം പകരുന്നത്. പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസന്വേഷണം കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും ചില തുമ്പുകൾ മാത്രം കണക്ട് ചെയ്താൽ മാത്രം മതി, അല്ലാത്ത പക്ഷം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഈ കേസിൽ അവരെ അലട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഷെമിയുടെ ഭാഗത്തു നിന്നും പലവിധ കാര്യങ്ങൾ പോലീസ് സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അതിനുള്ളൊരു സ്ഥിതിയിലേക്ക് ഷെമി എപ്പോൾ എത്തുന്നോ ആ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയാൻ കഴിയുമെന്നും പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അഫാൻ തന്നെ കഴുത്തു ഞെരിച്ച് തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കിളിമാനൂർ SHOയ്ക്ക് നേരത്തെ മൊഴി കൊടുത്തത്. വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഷെമി താമസിക്കുന്നത്. ഈ മേഖലയിൽ പോലീസ് കനത്ത സുരക്ഷ നൽകുന്നുണ്ട്. പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ കേന്ദ്രത്തിൽ ഷെമി നിലവിൽ താമസിക്കുന്നത്. ഇവിടെ എത്തുന്ന സന്ദർശകർക്കുള്ള ഒരു വിലക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാരണം നിരവധി ആളുകൾ ഓരോ ദിവസവും ബന്ധുക്കളായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും ഒക്കെ ഷെമിയെ സന്ദർശിക്കാനായി എത്തുന്നു. അത് കേസന്വേഷണത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പോലീസിനോട് മൊഴി നൽകുന്നതിന് മുൻപ് ഷെമി മറ്റുള്ളവർക്ക് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ മറ്റ് വസ്തുതകൾ ഷെയർ ചെയ്താലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇനി കടക്കാരും മറ്റും ഷെമിയെ കാണാൻ നേരിട്ടെത്തുമോ എന്നുള്ള ഒരു മുൻകരുതൽ നടപടി, ഇതൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൈക്കൊള്ളുന്നുണ്ട്. അതായത് കടക്കാർ ഇനി വേട്ടയാടുമെന്ന ഒരു ഭീതി അബ്ദുറഹീം അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പരാതിയും പോലീസിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലും മൊഴി നൽകി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ഭീഷണിയും കുടുംബത്തിനൊരു സുരക്ഷയും ഒക്കെ ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. ഈ കൊലപാതകം നടന്ന സംഭവ ദിവസം രാവിലെ തൻ്റെ പിന്നിലൂടെ വന്ന അഫാൻ ഷാളിൽ പിടിച്ച് ഉമ്മച്ചി തന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്നാണ് അപേക്ഷിച്ചത്. ഇങ്ങനെ മകൻ ആവശ്യപ്പെട്ടപ്പോൾ ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഷെമിയും മറുപടി കൊടുത്തു. തൊട്ടു പിറകെ കഴുത്തിൽ ഷാൾ മുറുകുന്നത് പോലെ തോന്നി. പിന്നീടൊന്നും തന്നെ ഓർമ്മയില്ല. അപ്പോഴേ ബോധം നഷ്ടപ്പെട്ടുവെന്നാണ് ഷെമി പറയുന്നത്. തനിക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സംഭവം നടന്ന ദിവസം തന്നെ 50,000 രൂപയുടെ അത്യാവശ്യമുണ്ടായി. പെട്ടെന്ന് തന്നെ ആ പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി പണത്തിന് വേണ്ടി അപേക്ഷിച്ചു. അവിടെ വെച്ച് തന്നെയും തൻ്റെ കുടുംബത്തെയും അധിക്ഷേപിച്ചു. അത് തൻ്റെ മകനെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് ഷെമി പറയുന്നത്. ആ വേദന തന്നെ ആയിരിക്കണം അവൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് ചെയ്യാൻ പ്രേരിതനായതെന്നും ഷെമി തന്നെ പറയുന്നു മൊഴിയും. ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഈ കുടുംബം. എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്നുള്ളത് യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ പരതിയിരുന്നു. അത് ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടാണ് പരതിയതെന്നും ഷെമി പറയുന്നുണ്ട്. ഷെമിയുടെ താല്പര്യപ്രകാരം ഷെമിയുടെ മാനസികാവസ്ഥ വെച്ച് കുടുംബത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, കുടുംബം ഒട്ടാകെ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ അവകാശമൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷാ നടപടികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അഫാൻ മുന്നോട്ട് വരികയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഷെമിയെ കഴിഞ്ഞ ദിവസം പിന്നെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു.
ആശുപത്രി വിട്ടെങ്കിലും അടുത്ത ദിവസങ്ങളിൽ പിന്നെയും മറ്റ് പരിശോധനകളൊക്കെ തന്നെ വേണ്ടിവരും. ഇനി അഫാനുമായി ബന്ധപ്പെട്ട വിശദമായൊരു രാസപരിശോധനാ ഫലം ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. നേരത്തെ മദ്യപിച്ചിരുന്നു എന്നൊരു സൂചന നൽകിയെങ്കിൽ പോലും വലിയ അളവിൽ മദ്യത്തിൻ്റെ അംശമില്ലായിരുന്നു. രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിൻ്റെ സൂചന മാത്രമായിരുന്നു ലഭിച്ചത്. ഇനി അതിൻ്റെ അളവ് പരിശോധിച്ചപ്പോൾ അത് കേവലം ചെറിയ തോതിൽ മാത്രമായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. എലിവിഷം നേരിട്ടായിരുന്നില്ല അഫാൻ കഴിച്ചത്. ശീതളപാനീയത്തിൽ കലർത്തിയാണ് കഴിക്കാനായി നോക്കിയത്. അതിനുശേഷം മദ്യപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പോലീസിന് മൊഴി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമൊന്നും തന്നെ അഫാൻ്റെ ശരീരത്തിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഷെമിയാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ധുക്കളോട് വലിയ തോതിൽ അഭ്യർത്ഥനയുമായി വന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്തിനേറെ പറയുന്നു, പിതാവിനോടടക്കം ഭർത്താവിനോടടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. തൻ്റെ മകനെ എങ്ങനെയും ജയിലിൽ നിന്നും ഇറക്കിത്തരണം, അതിനുവേണ്ടി സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഷെമി ഉയർത്തിയത്. എന്നാൽ ഇതിനോടൊന്നും തന്നെ അനുഭവപൂർവമായ ഒരു സഹകരണം അല്ലെങ്കിൽ അവനെ ഇനി കാണുക പോലും വേണ്ട എന്ന് തന്നെയാണ് പിതാവും നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷെമിയെ കാണാൻ എത്തിയവരോടൊക്കെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. തൻ്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കണം അവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെളിവെടുപ്പിൽ പോലീസ് 7 സ്ഥലങ്ങളിലായിരുന്നു അഫാനെ എത്തിച്ചത്. രാവിലെ 9:30 പേരുമലയിലെ വീട്ടിലെത്തിച്ചു. പ്രതിയുമായി 1 മണിക്കൂർ തെളിവെടുപ്പ് നടത്തി. സ്വർണ്ണാഭരണം പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനം, ചുറ്റിക സൂക്ഷിക്കാൻ ബാഗ് വാങ്ങിയ കട, ചുറ്റിക, എലിവിഷം, മുളക് പൊടി, സിഗരറ്റ്, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ എല്ലാം തന്നെ വാങ്ങിയ കടകൾ അഫാനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പ്രതി അഫാന്റെ കടബാധ്യത, കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും ബ്ലേഡ് പലിശയ്ക്കുമൊക്കെ തന്നെ പണം കടം വാങ്ങി എന്നുള്ള വിവരം പോലീസിന് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. പലിശ ഇനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്നും വൻ തുകയാണ് ഈടാക്കിയിട്ടുള്ളത്. ഇതനുസരിച്ചാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനായി പോലീസ് തീരുമാനിച്ചത്. സാമ്പത്തിക കുറ്റകൃത്യ കേസ് കൂടി ഇതിനകത്ത് ഉൾപ്പെടും എന്ന് വേണം കരുതാൻ. പ്രതിമാസം വൻ തുകയാണ് പലിശ ഇനത്തിൽ. ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ പലിശ മാത്രമായി നൽകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ രേഖകളും ഇതിൻ്റെ മറ്റ് ട്രാൻസാക്ഷനുകളും ഒക്കെ തന്നെ പോലീസ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം നടന്ന കൊടും ക്രൂരതകൾ 23-കാരനായ അഫാൻ പോലീസിനോട് നേരത്തെ വെഞ്ഞാറമൂട് പെരുമലയിലെ വീട്ടിലെ തെളിവെടുപ്പിനിടയിൽ കൃത്യമായി വിവരിച്ചിരുന്നു. സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴിയില്ല എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. ഉമ്മ പറഞ്ഞു ഉടനെ പൊക്കോളാൻ, ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞു. ഉമ്മയുടെ തലയിലുണ്ടായിരുന്ന ഷോൾ എടുത്ത് കഴുത്തിൽ വരിഞ്ഞു മുറുകി സോഫയിലിരുന്ന ഷെമി ബോധം കെട്ട് നിലത്ത് വീഴുകയായിരുന്നു. ഒപ്പം താനും വീണു. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി തല ശക്തിയോടെ തറയിലിടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചെന്ന് കരുതി മുറിയുടെ വാതിലടച്ചു പുറത്തുപോയി. ഇനി പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിൽ പോയി തനിച്ച് താമസിച്ച പിതാവിൻ്റെ മാതാവിനെ സൽമാ ബീവിയുടെ അടുത്തെത്തി എൻ്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് 88-കാരിയെ വകവരുത്തി. അവിടെ നിന്നും പിതൃസഹോദരൻ ലത്തീഫിൻ്റെ വീട്ടിലെത്തി 2 പേരുടെയും ജീവനെടുത്തു. ഏറ്റവും അവസാനം ഉമ്മയുടെ അടുത്തെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെൺസുഹൃത്തായ ഫർസാനെയും വിളിച്ചു വരുത്തി. കാവറയിൽ നിന്നും തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് യാത്രക്കിടയിൽ പ്രതി ചോദിക്കുകയുണ്ടായി. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്നാണ് ഫർസാന മറുപടി പറഞ്ഞത്. ശേഷം അത് ഉറപ്പിച്ച് പെരുമലയിലെ വീടിൻ്റെ മുന്നിലെത്തി ഗേറ്റ് പൂട്ടിയപ്പോൾ ഫർസാനയും അഫാനും മതിൽ ചാടിക്കടന്ന് വീടിനുള്ളിലേക്ക് കയറി മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം പറഞ്ഞു. മുത്തശ്ശിയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞ ഫർസാന കസേരയിലിരുന്നപ്പോൾ നീ കരയണ്ട, ഞാനും അനുജനും നിന്റെ പിറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കരുതിയ ചുറ്റുകൊണ്ട് തല അടിച്ചു പൊളിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്ക് ചുറ്റുമടിച്ചെന്നുമാണ് വെളിപ്പെടുത്തലുണ്ടായത്. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കുഴിമന്തി വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഉമ്മ പോയെന്നും ഇതൊക്കെയാണ് സംഭവിച്ചതെന്നും പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞ അവനോട് നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഹാളിനുള്ളിലെ TV ഓണാക്കി അഫ്സാൻ്റെ തലയടിച്ച് പിളർത്തുകയായിരുന്നു. ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് 14-കാരൻ അവിടെ പിടഞ്ഞു വീഴുന്നത് കണ്ട് നെഞ്ചുലയുകയായിരുന്നു അഫാൻ എന്നാണ് അഫാൻ്റെ മൊഴി. പിന്നാലെ തൊട്ടടുത്ത മുറിയിൽ നിന്നും അനക്കം കേട്ട് നോക്കിയപ്പോൾ ഉമ്മയുടെ കണ്ണ് ചലിക്കുന്നു. ഉമ്മയുടെ തലയും പലതവണയായി അടിച്ചു തകർത്തു. രക്തം പരന്നൊഴുകിയിട്ട് പോലും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി കണ്ണ് മുറുക്കി അടച്ചു. രക്തത്തിൽ കുളിച്ച് കിടന്ന അനുജൻ്റെ അടുത്തിരുന്ന് ഏറെ നേരം കരഞ്ഞുവെന്നാണ് അഫാൻ്റെ മൊഴി. ശേഷം രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ച് അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ട് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി.
ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നതോടെ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യങ്ങൾ ഒക്കെ തന്നെ തുറന്നു പറഞ്ഞു. ഉമ്മയെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അനുജനെയും കൊലപ്പെടുത്തിയതിൽ കുറ്റബോധമുണ്ടെങ്കിൽ പോലും മറ്റ് 4 പേരോടും തനിക്ക് തീർത്താൽ തീരാത്ത പകയായിരുന്നുവെന്നും ആപത്ഘട്ടത്തിൽ തന്നെ വേദനിപ്പിച്ചവരാണ് ഇവരൊക്കെ, അവർ മരിക്കേണ്ടവർ തന്നെയാണെന്നാണ് അന്വേഷണ സംഘത്തോട് തെളിവെടുപ്പിനിടയിൽ അഫ്ഫാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈറ്റ്.